ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ഒരു പേഴ്സിൻ്റെ കോലം ഈ വീഡിയോയിൽ കാണിക്കാം. ഇതെൻ്റെ പഴയ പേഴ്സ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കോലം ഉണ്ടല്ലോ ഈ കണ്ടീഷൻ ആവാൻ തുടങ്ങിയിട്ട് ഒരു 7 മാസത്തിന് മേളായി. ഞാനിവിടെ വന്ന സമയത്ത് ഒരു ചേട്ടനടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ലൈസൻസ് ഞാൻ ഈ പേഴ്സ് വെച്ച് കാണിക്കുമെന്ന്. ആ വാശിപ്പുറത്താണ് പുറത്ത് പോയിട്ട് ഓപ്പൺ പോലും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള പേഴ്സും കൊണ്ട് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക്, എൻ്റെ വാശി ഞാൻ പാലിച്ചു. എൻ്റെ പേഴ്സിനകത്ത് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് UAE ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് മടക്കി എൻ്റെ പോക്കറ്റിൽ വെക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇന്ന് സാധിച്ചു. ഇനി അതിൻ്റെ കൂടെ ഒരു മോട്ടിവേഷൻ തരട്ടെ. നമ്മളെ തകർത്താനും തളർത്താനും കളിയാക്കാനും ഒരുപാട് പേര് കാണും. നെവർ മൈൻഡ്, ഒരുത്തനെ നോക്കരുത്. നമ്മളൊരു വിജയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്ത് കൈയടിക്കാൻ സന്തോഷിക്കാൻ ഒരുപാട് പേര് കാണും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. നമ്മളെ കളിയാക്കുന്നവരുണ്ടോ, കുറ്റം പറയുന്നവരുണ്ടോ, ഓടാ പുല്ലെന്ന് പറയും. തിരിഞ്ഞു നോക്കാൻ പോകരുത്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോകണം. ഉറക്കം പോവും, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ സമ്പാദ്യം മൊത്തവും അതിനകത്ത് ഇറക്കേണ്ടി വരും. വിട്ടുകളയരുത്. അങ്ങനെ വിട്ടുകളയാതെ നേടിയെടുക്കുന്ന വിജയത്തിനേ ഉള്ളൂ മധുരം. ഇവിടെ മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു, യുദ്ധം വന്നു, ബോംബ്, ഡ്രോൺ എന്ന് വേണ്ട ഇവിടെ നടക്കാൻ പാടില്ലാത്ത എല്ലാം നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മളെ എല്ലാവരും നേരിട്ടു. എന്നിട്ടും നമ്മൾ തകർന്നില്ല, എന്നിട്ടും പിടിച്ചു നിന്നു. 1-2 മാസം കൂടുതൽ വേണ്ടി വന്നു. പക്ഷെ നമ്മൾ ആ ഒരു എയിം ഉണ്ടല്ലോ, ആ എയിം വിടാതെ നമ്മൾ പിടിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒരു വാക്യം കേട്ടിട്ടുണ്ടോ? പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കീഴടങ്ങാനല്ല പോരാടാനാണ് നീ പഠിക്കേണ്ടത്. നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും എവിടെ തളർന്നു പോകുമെന്ന് തോന്നിയാലും തോറ്റു പോകുന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. വീണ്ടും ട്രൈ ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന വിജയത്തിലേക്ക് നമുക്കെത്താൻ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. ആരും വാതിൽ കൊണ്ട തരത്തില്ല. മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് റൂമിലിരുന്നിട്ട് കാര്യമില്ല. മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, ഞാൻ ഈ ഒരു മോട്ടിവേഷൻ തന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ സാധനം നിങ്ങൾ ക്യാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എപ്പോഴെങ്കിലും തളർന്നു പോകുന്ന എന്നൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അടിച്ചു കയറുക. ഒരുത്തനെ മൈൻഡ് ചെയ്യരുത്. നെവർ മൈൻഡ്. മൈൻഡിൽ വെച്ചോ, നെവർ മൈൻഡ്. ആര് കളിയാക്കിയാലും മൈൻഡിൽ കയറ്റരുത്. നമ്മളുടെ എയിം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, ആ പരിശ്രമിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിജയത്തിലേക്ക് പോകണം.